ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ NVIDIA ആണ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മേജർ ടെക്നോളജി കമ്പനി. മറ്റ് കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ടെസ്ല, മെറ്റ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ആമസോൺ, ഈ സ്റ്റോക്കുകളും ബെറ്ററാണ്. മൈക്രോസോഫ്റ്റും ആൽഫബറ്റും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക്. മറ്റ് ഹാർഡ്വെയർ സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് സൗത്ത് കൊറിയയിൽ മോർണിംഗിൽ സാംസങ് ഇലക്ട്രോണിക്സ്, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിലത്തെ ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഏഷ്യയിൽ ബെറ്റർ ആണെങ്കിൽ പോലും സൗത്ത് കൊറിയയിൽ അറ്റ് എവരി റൈസിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ കാണുന്നുണ്ട്. സാംസങ് ഇലക്ട്രോണിക്സ് ഇന്ന് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. ഒപ്പം ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് പല മാർക്കറ്റുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിലെ ചൈനീസ് മാർക്കറ്റുകൾ വോളാറ്റിലിറ്റിക്ക് ശേഷം താഴെയായിരുന്നു. ഇന്ത്യയിലും സ്ലൈറ്റ്ലി വീക്ക് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ. അതേസമയം ജപ്പാൻ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. സൗത്ത് കൊറിയ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഓവറോൾ ഇന്നലെ ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെന്റിമെന്റ് ആണ്. പൊതുവെ ഒരു പോസിറ്റീവ് ബയാസ് ആണ്. എന്നിരുന്നാലും മറ്റ് എവരി റൈസ് സെല്ലിംഗ് പ്രഷറൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പേസസിൻ്റെ IPO പേപ്പേഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒപ്പം നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് കമ്മോഡിറ്റികളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ $104.5 പെർ ബാരലിലേക്ക് താന്നിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ, അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഡയറക്റ്റ് ടോക്കിൽ കൂടെ ഈ ക്രൈസിസ് സെറ്റിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് മോർണിംഗിലും ഇന്നലെ വൈകുന്നേരമൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഷോർട്ടേജ് ആണ് വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒപ്പം ലണ്ടൻ വാൾട്ടിൽ 28% സിൽവർ മാത്രമാണ് ഡെലിവറബിൾ ആയിട്ടുള്ളൂ. മറ്റെല്ലാ സിൽവർ പൊസിഷൻസും ETF ബാക്കഡ് ആണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് സിൽവറിനെ സംബന്ധിച്ച്. സിൽവറിൻ്റെ 100-day മൂവിങ് ആവറേജ് 81 ഇന്നലെ ഒരു അവസരത്തിൽ ഈ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $76.10 പെർ ഔൺസിനാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4531 പെർ ഔൺസിനാണ്. ഇന്നലത്തെ സെയിം ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും. റഷ്യൻ സെൻട്രൽ ബാങ്ക് വീണ്ടും ഗോൾഡ് വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മെയ് 15 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ ETF-കളുടെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ടോട്ടൽ അവർ ബൈ ചെയ്തിട്ടുള്ള 2.3 ടൺസ് ആണ്. നോർത്ത് അമേരിക്ക ആണ് ബൈ ചെയ്തിട്ടുള്ളത്. അതേസമയം ഏഷ്യയിൽ സെല്ലിംഗ് ആണ്, യൂറോപ്പിലും മൈനർ സെല്ലിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഷ്യസ് കമ്മോഡിറ്റികളിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരാണെങ്കിൽ വീണ്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേസമയം നമ്മൾ കമ്പാരിറ്റീവ് ഒരു പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ സിൽവർ ആയിരിക്കാം ഒരു പക്ഷേ വീണ്ടും നല്ല രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്മോഡിറ്റി. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ കോപ്പർ ഇന്നലെ ബെറ്റർ ആയിരുന്നു, അലുമിനിയം ബെറ്ററാണ്, സിങ്ക് ബെറ്ററാണ്, അയൺ ഓർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 96.3172 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഒരു പക്ഷേ അത്തരത്തിലൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ Q4 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള നൈക്ക, RCF, ഹൊണാസ കൺസ്യൂമർ, വബാഗ്, LIC ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നും ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ലോറസ് ലാബ് ഡൗ ജോൺസിൻ്റെ ബെസ്റ്റ് ഇൻ ക്ലാസ് ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാപ്പെക്സിൽ കൂടെയൊക്കെ നല്ല ബിസിനസ് ഗ്രോത്ത് കാണിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ലോറസ് ലാബ്. നമ്മൾ മുമ്പ് ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. അതോടൊപ്പം മാൻ ഇൻഡസ്ട്രീസ് 100% സ്റ്റേക്ക് നാഷണൽ പൈപ്പ് കമ്പനി സൗദി അറേബ്യയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ് മാൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. JP പവർ വെഞ്ചേഴ്സിലെ അഡാനി പവറിൻ്റെ 24% അക്വിസിഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും JP പവർ വെഞ്ചേഴ്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഒരു അഡാനി ഗ്രൂപ്പ് കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് കമ്പനി.
SME IPOയിൽ നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന ക്യൂലൈൻ ബയോടെക് 4.17 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്യൂലൈൻ ബയോടെക് ലിമിറ്റഡ്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് NSE SME IPOയിലുള്ള ക്യൂലൈൻ ബയോടെക് ലിമിറ്റഡ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. എന്നിരുന്നാലും നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള പല സ്റ്റോക്കുകളിലും മറ്റേ അവധി റൈസിൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. ഒപ്പം അടുത്ത 2 ദിവസങ്ങളിൽ അമേരിക്ക ഇറാൻ ഡയറക്റ്റ് ടോക്കിൽ കൂടെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനും കമ്മോഡിറ്റി മാർക്കറ്റിനൊക്കെ അത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതേസമയം നമ്മുടെ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഓസ്റ്റിരിറ്റി മെഷേഴ്സായിട്ട് വീണ്ടും മുന്നോട്ട് പോവുക തന്നെയാണ്. പല ബാങ്കുകളും വർക്ക് ഫ്രം ഹോം കൺസിഡർ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വീണ്ടും വന്നേക്കാം. അപ്പോൾ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നിരുന്നാലും Q4 റിസൾട്ടുകൾക്ക് അനുസരിച്ച് നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ പവർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.